ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇവിടെ ഓറിയോ ബിസ്ക്കറ്റ് കണ്ടിട്ട് ഇപ്പോൾ ഇതെന്താണെന്ന് വിചാരിക്കണ്ട. ഞാൻ ഈ ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാൻ പോവാണേ. അപ്പോൾ ഇന്ന് എന്ന് വെച്ചെങ്കിൽ എൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആണ്. കല്യാണം കഴിഞ്ഞ് 11 വർഷമായിട്ടോ. അപ്പോൾ അതിന് കുട്ടിയൊക്കെ ഒരു കേക്ക് മേടിച്ചു കൊടുക്കാൻ വിചാരിച്ച്. പക്ഷേ ഇങ്ങനെ ടൗണിൽ പോകാമെന്ന് വിചാരിച്ചെങ്കിൽ മഴയെല്ലാം കാരണം കൊണ്ട് പോകാനായില്ല കേട്ടോ. അങ്ങനെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഓറിയോ ബിസ്ക്കറ്റ് എടുത്ത് അതിൻ്റെ ക്രീമൊന്ന് മാറ്റിയിട്ട് ബിസ്ക്കറ്റ് ചെറിയ പൊടിയാക്കുന്നതാണ്. അപ്പോൾ ഇതിനൊന്ന് നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ നമ്മളെ എസൻസ് ഒന്നുമില്ല എൻ്റെ അടുത്ത്, സോഡപ്പൊടി ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ എന്താക്കി, ഇതേ പാലും ഇല്ല. അപ്പോൾ പാലിന് പകരം പാൽപ്പൊടി എടുത്ത് അതേപോലെ 2 ഏലക്കായും കൂടി കൂട്ടിയിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി. അപ്പോൾ പാൽപ്പൊടി ഫസ്റ്റ് ഇട്ടിട്ടില്ല കേട്ടോ, പൊടിയാക്കി നെയ്സിൽ പൊടിയാക്കിയതിൻ്റെ ശേഷം ഞാൻ പാൽപ്പൊടി എടുത്ത് പിന്നെ നമ്മൾ നോർമൽ നോർമൽ വെള്ളം എടുത്തിട്ട് നല്ലോണം അതിലേക്ക് പാർന്നിട്ട് നല്ലോണം ഒന്ന് നമ്മളെ ബീറ്റർ തയ്യാറാക്കി എടുത്ത് മിക്സാക്കി നല്ലോണം ഒന്ന് മിക്സാക്കി. അപ്പോൾ ഇതെല്ലാം പാത്രം അടക്കളകുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഒക്കത്ത് സാല് കയറിയിരുന്നേന്. അപ്പോൾ നല്ലോണം ഒന്ന് ഇങ്ങനെ കറക്കി എടുത്തേ പിന്നെ ഞാൻ എന്താക്കി, ആ ക്രീം ഉണ്ടല്ലേ മാറ്റി വെച്ച ആ ക്രീമും കൂടി അതിലേക്ക് ആഡ് ചെയ്ത്. പിന്നെ ഞാൻ ഇതിലേക്ക് വേറൊരു ഷുഗറോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതന്നെ ഉണ്ടല്ലോ, ഈ ക്രീമേ ഉണ്ടല്ലോ. അങ്ങനെ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്ത് പിന്നെ ഞാൻ എന്താക്കി, ചെറിയ കുക്കർ വെച്ചിട്ട് അതിലേക്ക് നമ്മളെ ഗ്യാസിൻ്റെ അടിയിൽ വെക്കുന്ന ഒരു പാത്രത്താണത്. അപ്പോൾ അതെടുത്ത് ആ ബട്ടെടുത്ത് അതിൽ വെച്ച് ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് എന്താക്കി, ആ ബേറ്റർ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായല്ലേ അതെടുത്ത് അതിലേക്ക് പാർന്ന്, എന്നിട്ട് 2 കയ്യിൽ ഇളക്കണം. അതിൻ്റെ ഓൾ സ്പൂണല്ലേ, അങ്ങനെ നല്ലോണം ഒന്ന് തട്ടിക്കൊടുത്ത്. അപ്പോൾ ഒരു കയ്യിൽ കൊണ്ട് തന്നെ എല്ലാ പണിയും ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കയ്യിൽ മൊബൈലും ഉണ്ട് കേട്ടോ, അഡ്ജസ്റ്റ്മെൻറ്റാണ്. അങ്ങനെ ആക്കി വെക്കുമ്പോൾ ഞാൻ ആക്കിയതിൻ്റെ ശേഷം അവൻ്റെ ഫ്രണ്ട് ക്യാമറ എടുത്തിട്ട് അവൻ്റെ വീഡിയോ കാണിച്ചതാണ്. മടി കയറിയിരുന്നിട്ട് ഉള്ള അവസ്ഥയാണിത്. അങ്ങനെ ഞാനതെങ്ങനെയോ ഗ്യാസിൽ എടുത്ത് വെച്ച് ചെറിയ ഫ്ലെയിമിൽ എന്താക്കി, കുക്കറിൻ്റെ ബിസിലും അതിൻ്റെ റബ്ബറും കീച്ച് വെച്ചിട്ട് അങ്ങനെ മൂടി വെച്ച് നല്ലോണം ഒന്ന് അതിൻ്റെ ഒരു ആവി വരുന്ന പോലെ ആയി. അതായത് അരമണിക്കൂർ ടൈമായപ്പോൾ ഞാനൊന്ന് എടുത്ത് നോക്കിയതാണ്. അപ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ എന്നറിയണമല്ലേ എന്നിട്ട്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നടു കുറച്ച് വേവ് കുറവേന് കേട്ടോ. പിന്നെ ഞാൻ എന്താക്കി, ഒരു 10 മിനിറ്റ് അങ്ങനെ വേവിച്ചു. അതേ തീയിൽ തന്നെ ഒന്നും കൂടി വേവിച്ചെടുത്ത്. അതിൽ പിന്നെ നോക്കുമ്പോൾ നല്ല അടിപൊളി കേക്കായിന് ഇത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ഏലക്കായിൻ്റെ ഒരു തോലാണ് കേട്ടോ, അത് ഞാൻ ഇപ്പോൾ എടുത്ത് കളഞ്ഞത്. അങ്ങനെ അതിനെ നോക്കുമ്പോൾ അടിപൊളി. പിന്നെ ഞാൻ അതിന് റൗണ്ട് ക്രീമൊന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിനെ മുറിക്കാൻ ഇതാക്കാനൊന്നും നിന്നിട്ടില്ല. തൽക്കാലം അതിൻ്റെ മേലെ ഒന്ന് ഡെക്കറേഷൻ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് നമ്മളെ 2 റുപ്യേൻ്റെ നമ്മളെ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഞാൻ നല്ലോണം ഒന്ന് ചൂടാക്കിയിട്ട് ക്രീമാക്കി. എന്നിട്ട് എന്താക്കി, അതിൻ്റെ മേലെ പാർന്നു കൊടുത്ത് ആ കേക്കിൻ്റെ മേലെ. അപ്പോൾ ആ കേക്കിൻ്റെ മേലെ പാരാനൊന്നും വീഡിയോ എടുക്കാനൊന്നും ആയിട്ടില്ല കേട്ടോ. അതിൻ്റെ ശേഷം ഞാൻ 2 മുട്ടായി എടുത്ത് വെച്ചിട്ടുണ്ടായ അതിനെ ഞാൻ കൈ കൊണ്ട് അതേപോലെ തന്നെ ചെറിയ പൊടിയാക്കി. അപ്പോൾ ഞാനിത് പാരാനുള്ളതാണ്. പക്ഷേ ഒരു കയ്യിൽ പാരുന്നതും ക്യാമറ ഫോണ് പിടിക്കുന്നതൊക്കെ ആയുള്ള ഇടങ്ങാറും കൊണ്ട് അവിടെ അത് പാർന്നതിൻ്റെ ശേഷം ഇതാക്കിയതാണ്. ഇത് ഞാൻ നൈസിൽ പൊടിച്ചിട്ട് അതിൻ്റെ മീത്ത് കൂടെ മേലെ ഇട്ട് കൊടുത്തു കേട്ടോ, ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട്. എന്തായാലും തിന്നോക്കുമ്പോൾ സംഭവം അടിപൊളിയാണ്. എനിക്ക് 500-600 റുപ്യ പൈസ വെറുതെ പോകുന്നുണ്ട്. എന്താണ് ഓട്ടോക്ക് തന്നെ വേണം 150 റുപ്യ. അപ്പോൾ അതിൽ ഞാൻ രക്ഷപ്പെട്ട് എൻ്റെ കുട്ടികളൊരാഗ്രഹം തീർന്ന്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓരിക്കെല്ലാം ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെ പോലെയുള്ള കാലമല്ലേ. അങ്ങനെ ഞാനും എൻ്റെ മക്കളും മാത്രം കൂടിയിട്ട് ഞങ്ങളെ വെഡ്ഡിങ്ങിൻ്റെ കേക്ക് മുറിച്ച് അങ്ങനെ കുട്ടികൾക്കും കൊടുത്ത് ഞാനും തിന്ന്. എൻ്റെ ഹസ്ബൻഡ് ഫോണാക്കിയിട്ട്, ബാപ്പാൻ്റെ ഫോണിലാണ് ഫോണാക്കിയിട്ട് വീഡിയോ കോള് നോക്കിക്കൊണ്ടുണ്ടായി. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.